ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ആദ്യം ഒരു വെളിപ്പെടുത്തലിന്റെ വാർത്തയിലേക്കാണ്. ഭരണതലത്തിൽ PV അൻവർ MLAയും ADGP MR അജിത് കുമാറും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടെ ഒരു ഗുരുതര വെളിപ്പെടുത്തലുമായി MLA ഇത് രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് കാണാതായി ഒരു വർഷമായിട്ടും ഒരു വിവരം ലഭിച്ചിട്ടില്ലാത്ത റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന സംശയമാണ് MLA ഉയർത്തിയത്. ADGP MR അജിത് കുമാറും സംഘവും ആട്ടൂരിനെ കൊന്നിട്ടുണ്ടാകാമെന്നാണ് PV അൻവർ ഇന്ന് പറഞ്ഞത്. ഈ ആരോപണത്തോട് യോജിക്കുകയാണ് കുടുംബവും. ഉണ്ടയില്ല വെടിയല്ല അൻവറിന്റെ ആരോപണമെന്ന് കുടുംബം യോജിച്ചിട്ടുണ്ട്. വാർത്തയിലേക്ക്. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. ആട്ടൂർ തിരോധാനത്തിന്റെ ഗതി മാറ്റുന്ന ആരോപണമാണ് ഇത്. കാണാമറിയത്തെവിടെയോ ഉണ്ടെന്ന പ്രതീക്ഷയിൽ അന്വേഷണം നീളുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഒരു MLA തന്നെ പറയുന്നത്. അതും ADGP MR അജിത് കുമാറും സംഘവും കൊന്നിട്ടുണ്ടാകാം എന്ന പറച്ചിൽ MLAയും ADGPയും തമ്മിലുള്ള ചക്കളത്തിപ്പോരിന്റെ ഭാഗമാണോ എന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോഴും ചില സംശയങ്ങൾ ബാക്കി. 2023 ഓഗസ്റ്റിലാണ് കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത്. ഒരു വർഷത്തോളം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചു. സുഹൃത്തുക്കളുടെയും ബിസിനസ് പങ്കാളികളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. ഒരു വർഷം കാടടച്ചന്വേഷിച്ചിട്ടും പുരോഗതിയുണ്ടായില്ല. ഇതോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധം. കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല മലപ്പുറം SP കൈമാറിയത്. ഇതും ഏറെ വിമർശനത്തിനിടയാക്കി. പോലീസ് അന്വേഷണത്തിലെ അനാസ്ഥയും MLA വിമർശനമായി ഉയർത്തുന്നുണ്ട്. എന്നാൽ ആരോപണം തള്ളാതെ ചേർത്ത് പിടിക്കുകയാണ് ആട്ടൂരിന്റെ കുടുംബം. MLA പറയുന്നത് നമ്മൾ അത്രയും ഗൗരവത്തോടെയും അത്രയും ശക്തമായിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഒരു കൊല്ലമായിട്ടും നമുക്ക് എന്താണ് ഇപ്പോൾ പറ്റിയെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. കേരള പോലീസിന് മാറിയിട്ട് കേസ് എത്രയും പെട്ടെന്ന് CBI അന്വേഷിക്കണം. അതാണ് നമ്മൾ ആവശ്യം. MLAയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. 24 കോഴിക്കോട്. ആരോപണത്തിൽ കഴമ്പുണ്ടോ, പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അന്വേഷണം അത് കൃത്യമായി നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.